പ്രൊജക്റ്റൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനാണ് നമ്മൾ മുൻ ദിവസങ്ങളിൽ നമ്മൾ നടത്തിയത്. ഇനി അടുത്ത മോഷൻ ഇൻ പ്ലെയിന്റെ രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് പോവാണ്. സർക്കുലർ മോഷൻ. സർക്കുലർ മോഷൻ എന്താണ് സർക്കുലർ മോഷൻ, അതിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ആരംഭിക്കാൻ പോവാം. സർക്കുലർ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. സർക്കിൾ മീൻസ് വൃത്തം. അപ്പൊ സർക്കുലർ മോഷൻ മീൻസ് ഒരു പാർട്ടിക്കിളിന്റെ മോഷൻ എന്ന് പറയുന്നത് സർക്കുലർ പാത്തിലാണെങ്കിൽ ആ മോഷനെ വിളിക്കുന്ന പേരാണ് സർക്കുലർ മോഷൻ. ഒരുപാട് എക്സാമ്പിൾസ് സർക്കുലർ മോഷനോട് ബന്ധപ്പെട്ട് നമുക്കറിയാം. ഇപ്പൊ ഫാൻ കറങ്ങുന്നു, എക്സാമ്പിൾ സർക്കുലർ മോഷനാണ്. സൈക്കിളിന്റെ പെഡൽ കറങ്ങുന്നു, സൈക്കിളിന്റെ വീല് കറങ്ങുന്നു. എർത്തിന് ചുറ്റും സാറ്റലൈറ്റ്സ് റിവോൾവ് ചെയ്യുന്നു, സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നു. ഇതെല്ലാം സർക്കുലർ മോഷൻ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇഫ് ദ മോഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് എലോങ് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ, ദെൻ ദ മോഷൻ ഈസ് സെഡ് ടു ബി സർക്കുലർ. അപ്പൊ ഞാൻ സർക്കുലർ മോഷൻ സങ്കല്പിച്ചേക്കുന്നത് സർക്കുലർ മോഷൻ. സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പോയിന്റിനെ ബേസ് ചെയ്താണോ കറങ്ങുന്നത് ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കല്ലിനെ ഒരു ചരടിക്കെട്ടി കറക്കുകയാണ്. കല്ലിനെ ചരടിക്കെട്ടി കറക്കുമ്പോൾ കൈനെ ബേസ് ചെയ്താണ് കല്ല് കറങ്ങുന്നത്. അപ്പൊ ഈ കൈ എന്തായിട്ട് വരും? ആക്സിസ് ആയിട്ട് വരും. ഈ ചരടിന്റെ നീളം അതിന്റെ കറങ്ങുന്ന പാത്തിന്റെ റേഡിയസ് ആയിട്ട് വരും. അപ്പൊ റേഡിയസ്, അപ്പൊ ഇത് സെന്റർ ആണ്, ആക്സിസ് ആണ്. അപ്പൊ ഈ ഡയറക്ഷനിൽ ക്ലോക്ക് വൈസോ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസോ ഡയറക്ഷനിൽ കറങ്ങുകയാണ്. ഇപ്പൊ ഞാൻ ആന്റി ക്ലോക്ക് വൈസ് കറങ്ങി സങ്കല്പിച്ചേക്കാം. രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഞാൻ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഒ എന്ന് പറയുന്ന സെന്ററിൽ നിന്ന് എ എന്ന പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ഈ ലൈനിനെ നമ്മൾ വിളിച്ച പേരാണ് റേഡിയസ് എന്ന് വിളിക്കുന്നത്. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർഫസിലേക്ക് വരയ്ക്കുന്ന ലൈനാണ് റേഡിയസ് ആണല്ലോ, റേഡിയസ്. പക്ഷെ ഡയറക്ഷൻ കൊടുത്താൽ ഇതൊരു പൊസിഷൻ വെക്ടർ അല്ലേ? ഈ പോയിന്റ് ഒയിന്ന് അല്ലെങ്കിൽ ഒരു ആർബിട്രറി ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന വെക്ടർ പൊസിഷൻ വെക്ടർ ആണല്ലോ. അപ്പൊ ഇത് റേഡിയസ് വെക്ടറായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ വരച്ചിരിക്കുന്ന ഒ എ എന്ന് പറയുന്നത് ഒരു റേഡിയസ് വെക്ടർ അല്ലേ? അപ്പൊ ഒ എ ഈസ് ദ റേഡിയസ് വെക്ടർ ആണല്ലോ. ഇനി അല്പസമയം കഴിയുമ്പോൾ എ എന്ന പോയിന്റിലെത്തി, ഇനി കുറച്ചുകൂടെ സമയം കഴിയുമ്പോൾ പാർട്ടിക്കിളിന്റെ സ്ഥാനം എ എന്ന് മാറത്തില്ലേ? എ എന്ന് മാറി ബി ആയിട്ട് മാറി. അപ്പൊ ഒരു ഫ്രാക്ഷൻ സെക്കൻഡ് സമയം കഴിഞ്ഞപ്പോൾ എ എന്ന് പാർട്ടിക്കിൾ ബി ആയി, ബി എന്ന് സി ആയി, സി ഡി ആയി, ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോ നിങ്ങൾ ബിയിലേക്ക് ഒരു റേഡിയസ് വെക്ടർ വരച്ചാൽ അത് ഓബിയല്ലേ? ഈ രണ്ട് റേഡിയസ് വെക്ടേഴ്സ് തമ്മിൽ ഒരു ആംഗിൾ മേക്ക് ചെയ്തില്ലേ? ഈ രണ്ട് റേഡിയസ് വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ മേക്ക് ചെയ്തു. ഈ ആംഗിൾ തീറ്റയെ സർക്കുലർ മോഷനിൽ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഒന്നാമത്തെ ടൈം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എന്താണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്? ഒരു സർക്കുലർ മോഷനിൽ രണ്ട് റേഡിയസ് വെക്ടേഴ്സ് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗിൾ ബിറ്റ്വീൻ ടു റേഡിയസ് വെക്ടേഴ്സ് ഇൻ എ ഗിവൺ ടൈം. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താണ്? യൂണിറ്റ് റേഡിയൻ ആണ്. കാരണം ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. അപ്പൊ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് റേഡിയൻ ആണ്. ഡയമെൻഷൻ ഇല്ല. കാരണം ആംഗിളിന് യൂണിറ്റേ ഉള്ളൂ, ഡയമെൻഷൻ ഇല്ല. അപ്പൊ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആകുമ്പോഴത്തേക്ക് ആംഗിൾ ബിറ്റ്വീൻ ടു റേഡിയസ് വെക്ടേഴ്സ്. സർക്കുലർ മോഷനിൽ രണ്ട് റേഡിയസ് വെക്ടേഴ്സ് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു ടൈമായി ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയി. രണ്ടാമത്തത് എ നിന്ന് ബി എത്തി. ഇനി ഇപ്പം ഇത് 0 ടൈം, ഇത് ടി ടൈം. അപ്പൊ ഡെൽറ്റ ടി ടൈം കഴിയുമ്പോൾ അത് സി ആയിട്ട് മാറുന്നില്ല? സി ആയിട്ട് മാറി. അപ്പൊ ഈ ബി മുതൽ സി വരെയുള്ള അഡീഷണൽ ആംഗിൾ, ഈ ആംഗിൾ അതായത് ഇവിടേക്ക് ടൈം ടി പ്ലസ് ഡെൽറ്റ ടി, ടിയേക്കാൾ ഡെൽറ്റ ടി കൂടുതൽ. സി എന്ന പോയിന്റിലെ ടൈം ഡെൽറ്റ ടി, ടിയേക്കാൾ ഡെൽറ്റ ടി കൂടുതലാണ്. അപ്പൊ ടി പ്ലസ് ഡെൽറ്റ ടി. ബിയിലെ ടൈം ടി,
സി എന്നത് ടി പ്ലസ് ഡെൽറ്റ ടി. അപ്പോ ബി മുതൽ സി വരെ ടൈം ഡിഫറൻസ് എത്ര? ഡെൽറ്റ ടി. ആ ഡെൽറ്റ ടി സമയം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ആംഗിൾ ഞാൻ ഡെൽറ്റ തീറ്റ എന്ന് കരുതും. എപ്പോഴാണ് നമ്മൾ ഡെൽറ്റ ഉപയോഗിക്കുന്നത് അറിയാം. വളരെ ചെറിയ ചേഞ്ചിനാണ് നമ്മൾ ഡെൽറ്റ ഉപയോഗിക്കുന്നത്. സ്മാൾ ചേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡെൽറ്റ ഉപയോഗിക്കുന്നത്. അപ്പൊ ഡെൽറ്റ തീറ്റ എന്ന ഡിസ്പ്ലേസ്മെന്റ്, ഡെൽറ്റ തീറ്റ എന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ടി ടൈം കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ ഒരു സെക്കൻഡിലെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എത്ര? അതായത് ഡെൽറ്റ ടി സമയം കൊണ്ട് ഡെൽറ്റ തീറ്റ ആണെങ്കിൽ ഒരു സെക്കൻഡ് എത്ര? ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി അല്ലേ? അപ്പൊ ഇത് റേറ്റ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഈ റേറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗുലാർ വെലോസിറ്റി എന്ന് വിളിക്കും. അപ്പൊ രണ്ടാമത്തെ ടൈം സെക്കൻഡ് ടൈം ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി റെപ്രസെന്റ് ലെറ്റർ ഒമേഗയാണ്. ഡബ്ല്യു എന്ന് എഴുതും. ആ ഡബ്ല്യുന്റെ എൻഡ് ഒന്ന് ചുനിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഒമേഗയായി. അതായത് ഇങ്ങനെ എഴുതി ഇങ്ങനെ ഇട്ടാൽ ഒമേഗ. ഒമേഗ. അപ്പൊ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ഇസ് ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ക്ലിയർ ആയോ? അപ്പൊ റേറ്റ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇത്. റേറ്റ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംഗുലാർ വെലോസിറ്റി. ഒമേഗ ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ഇതിന്റെ യൂണിറ്റ് എന്താണ്? ആംഗുലാർ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ റേഡിയൻ ആണ്, ടൈം സെക്കൻഡ് ആണെങ്കിൽ യൂണിറ്റ് എന്ത് ചെയ്താ? യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് റേഡിയൻ സെക്കൻഡ് റൈസ് ടു -1. റേഡിയൻ സെക്കൻഡ് റൈസ് -1. ഡയമെൻഷൻ എഴുതുമ്പോഴത്തേക്കോ? ഡയമെൻഷൻ എഴുതുമ്പോഴത്തേക്ക് ഡെൽറ്റ തീറ്റയ്ക്ക് ഡയമെൻഷൻ ഇല്ല, ടിക്ക് മാത്രമേ ഡയമെൻഷൻ ഉള്ളൂ. അപ്പൊ ടി റൈസ് ടു -1 വരും. അപ്പൊ ഡയമെൻഷൻ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് ടി റൈസ് ടു -1, ടൈം റൈസ് ടു -1. അപ്പൊ ആംഗുലാർ വെലോസിറ്റി നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ദ റേറ്റ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ടൈം റേറ്റ് ആണ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഇതിന്റെ ലിമിറ്റിംഗ് കണ്ടീഷൻ എടുത്താലോ? എന്താ ലിമിറ്റിംഗ് കണ്ടീഷൻ? നമ്മൾ വൺ ഡൈമെൻഷൻ മോഷനിൽ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റിംഗ് കണ്ടീഷൻ ടൈം ഡെൽറ്റ ടി വളരെ ചെറുത് ടെൻസ് ടു 0. ഡെൽറ്റ ടി ടൈം എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡിന് അനേകം തവണ മടങ്ങ് മുറിക്കുമ്പോൾ കിട്ടുന്ന ഒരു പാർട്ടാണ് ഫ്രാക്ഷൻ. അത് വളരെ ചെറുതാണ്, അപ്രോച്ചസ് 0. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് കൊടുത്താൽ ഒമേഗ ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് 0. ഡെൽറ്റ ടി 0 ആകുന്നില്ല, 0യിലോട്ട് പോവുകയാണ്. ആ കണ്ടീഷൻ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി കൊടുത്താൽ ഇത് വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. ഏതാ ഫോം? ഡി തീറ്റ ബൈ ഡി ടി എന്ന് വെച്ചാൽ ഡി ബൈ ഡി ടി ഓഫ് തീറ്റ. ഡി ബൈ ഡി ടി ഓഫ് തീറ്റ. അവിടെ ഡി ബൈ ഡി ടി നിങ്ങൾ വിളിച്ച പേരെന്തുവാ? ഡി ബൈ ഡി ടി എന്ന ടേമിനെ വിളിച്ച പേരാണ് ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്ന ഡെറിവേറ്റീവ്, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഡെറിവേറ്റീവ്. അപ്പൊ ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ റേറ്റിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ വെലോസിറ്റി, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് കാൾഡ് ആംഗുലാർ വെലോസിറ്റി. അപ്പൊ രണ്ട് കാര്യങ്ങളായി. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ആംഗുലാർ വെലോസിറ്റി എന്താണ്? എന്താ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്? ഒരു സർക്കുലർ മോഷനില് രണ്ട് റേഡിയസ് വെക്ടേഴ്സ് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് റേറ്റിനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ വെലോസിറ്റി എന്ന് വിളിച്ചു. ആംഗുലാർ വെലോസിറ്റിയും ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ബന്ധം പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ വെലോസിറ്റി ഈസ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഒന്നാമത്തെ ഡെറിവേറ്റീവ് ആണ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഇതിൽ സംശയങ്ങളൊന്നും ഇല്ല. ഓക്കെ.